നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ട്രംപിന്റെ രണ്ടാം വരവിൽ വൈറ്റ് ഹൌസ് ആതിഥ്യമരുളുന്ന നാലാമത്തെ ലോക നേതാവാവുകയാണ് നരേന്ദ്രമോദി. നാളെയാണ് നിർണായക കൂടിക്കാഴ്ച. ട്രംപിന്റെ ഒന്നാം ടേമിലെ മോദി മൈ ഫ്രണ്ട്, ഹൌഡി മോദി പ്രയോഗങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും സംഭവിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യക്കെതിരെ ഇല്ലെങ്കിലും പ്രതിഫലനം രാജ്യത്തെ ഓഹരി വിപണിയിൽ കണ്ടു തുടങ്ങിയിരുന്നു. ഇന്ത്യയിലെ ഉയർന്ന ഇറക്കുമതി ചുങ്കത്തെ വിമർശിച്ചിരുന്ന ട്രംപിനെ ആശ്വസിപ്പിക്കാൻ കേന്ദ്ര ബജറ്റിൽ വഴി തുറന്നിട്ടത് ചർച്ചയിലെ സൗഹൃദത്തിന് മുന്നോടിയാണ്. എല്ലാത്തിനുമുപരി കയ്യിലും കാലിലും വിലങ്ങിട്ട് ഇന്ത്യക്കാരെ നാട് കടത്തിയത് രാജ്യത്ത് രാഷ്ട്രീയ വിഷയമായതിനാൽ മോദിക്ക് ഉന്നയിക്കാതിരിക്കാൻ കഴിയുമോ? ഗാസയെ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിലും മോദിയുടെ നിലപാട് എന്താവും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ഡോക്ടർ ജി ഗോപകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ റോണി കെ ബേബി, ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്നും പങ്കെടുക്കുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദം അത് ട്രംപിന്റെ ആദ്യ ടേമിൽ തന്നെ വ്യക്തമായതാണ്. അതുമാത്രമല്ല, അമേരിക്കയുമായിട്ട് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇന്ത്യക്കില്ല. പക്ഷേ ഈ നാളത്തെ ചർച്ച വരുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ആ പ്രശ്നം ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാട് കടത്തിയ വിഷയം, കുടിയേറ്റക്കാരുടെ വിഷയം, അത് ഉന്നയിക്കാതിരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? കാരണം അത് രാഷ്ട്രീയ വിഷയമായി രാജ്യത്തുണ്ട്. ശ്രീ മഞ്ജുഷ്, വൈകാരിക വിഷയമാണ്. വിലങ്ങണിയിച്ച ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിച്ച സൈനിക വിമാനത്തിൽ നാട്ടിലെത്തിച്ച നടപടി. അതുകൊണ്ടത് വൈകാരികമായി ഇന്ത്യയുടെ പൊതുസമൂഹം ഏറ്റെടുത്തൊരു വിഷയമാണ്. അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയില്ല എങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്ക് മുഖം നഷ്ടപ്പെടും എന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട് തീർച്ചയായും അത് ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പരിഹരിച്ചു പോകാനുള്ളൊരു തന്ത്രപരമായ ശ്രമം അവിടെ ഉണ്ടാകും. പക്ഷേ ഏറ്റവും അധികം അതിന് പിന്നിലെ കാതലായ വിഷയം സമഗ്രമായ കുടിയേറ്റ നയം തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ വംശജരെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചയും ഒരു വ്യക്തമായ ധാരണയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല 18,000-ഓളം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്, ഇന്ത്യക്കാരെ എന്നാണല്ലോ കണക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകേണ്ടതല്ലേ? അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതല്ലേ? രാജ്യത്ത് ഇപ്പോഴും അതിന് ഒരു വ്യക്തത വന്നിട്ടില്ല. ലിസ്റ്റ് സമർപ്പിക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. 18,000 പേരുടെ ലിസ്റ്റ്, എത്രയാണോ അത്രയും പേരുടെ ലിസ്റ്റ്, അത് ഘട്ടം ഘട്ടമായി ഫേസ്ഡ് മാനറിലായിരിക്കും. കുറച്ചുകൂടി ഓണറബിളായ രീതിയിൽ അവരെ കൊണ്ടുവരാനുള്ള സംവിധാനം ഒരുക്കാനുള്ള തീരുമാനമുണ്ടാകും. അത് അനൗപചാരികമായ സംഭാഷണങ്ങളിൽ നടക്കേണ്ട കാര്യമാണ്. ഔപചാരികമായ അമേരിക്കയുടെ നയമാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു വെച്ചതുമാണ്. ഇത് അമേരിക്കയുടെ രീതിയാണ് വ്യക്തമാക്കി കഴിഞ്ഞതിനാൽ തന്നെ അതിനപ്പുറത്തായിട്ട് എന്തെങ്കിലും പ്രധാനമന്ത്രിക്ക് ഉന്നയിക്കേണ്ട ആവശ്യം വരുമോ? അങ്ങനെ ഉന്നയിക്കുവാനുള്ള സാധ്യത കാണാനാകുമോ? കാരണം എന്താണ് അതിൽ ഇന്ത്യയുടെ നിലപാട്? അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ, അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് തിരിച്ചയച്ചതിൽ, അതിൽ വിലങ്ങണിയിച്ചതിൽ പോലും അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്ന് ഇതിനകം തന്നെ വിദേശമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതാണല്ലോ. അത് ആദ്യം പറഞ്ഞത് സ്വല്പം അങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ വിദേശകാര്യമന്ത്രിക്കും ഒരുപക്ഷെ തോന്നിക്കാണാം. കാരണം ഇതൊരു പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല. അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലോ ക്ലാരിഫിക്കേഷൻ പിന്നീട് മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്താൽ നല്ലതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ കാതലായ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ടാരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞ ഒരു ട്രേഡ് വാറിന്, ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിന് ഇന്ത്യക്ക് താല്പര്യമില്ല, ഒരു പക്ഷേ അമേരിക്കയ്ക്കും താല്പര്യമില്ല. അതിനുള്ള ആദ്യ സൂചനയായി, അമേരിക്കയുടെ ഗുഡ് ബുക്സിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ സൂചനയായി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ചില നിശ്ചിത അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങളെ തെരഞ്ഞുപിടിച്ച് അവയുടെ നികുതി ഘടനയിൽ പരിഷ്കാരങ്ങൾ വരുത്തി ഡൗൺവേർഡ് റിവിഷൻ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇലക്ട്രിക് വാഹനങ്ങൾ. അതുകൊണ്ട് ടെസ്ല ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഓട്ടോമൊബൈൽ ജയന്റ് ആണ് ഇപ്പോൾ പുതിയ തലമുറ ഇലക്ട്രിക് വാഹനങ്ങൾ. ഒരുപക്ഷെ ട്രംപിന്റെ നയം ഇലക്ട്രിക് നയമല്ല, ഹൈഡ്രോകാർബൺ നയം തന്നെയാണ്. എങ്കിൽ പോലും ടെസ്ലയുടെ സ്ഥാപകൻ ഇലോൺ മസ്കുമായുള്ള ട്രംപിന്റെ സവിശേഷമായ ബന്ധം, അതുമാത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ വ്യവസ്ഥയിലും ഇപ്പോൾ ഇലോൺ മസ്ക് ചെലുത്തുന്ന സ്വാധീനം പരിഗണിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വളരെ വലിയ തോതിൽ ടെസ്ല കടന്നു വരാനും ഒരുപക്ഷെ ഇവിടുത്തെ ഓട്ടോമൊബൈൽ ജയൻസ് മഹീന്ദ്ര, ടാറ്റ മുതലായ, അത് മാത്രമല്ല മറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതെല്ലാം തന്നെ വലിയ ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി ഭാഗികമായിട്ട് നേരത്തെ തന്നെ ട്രംപിന്റെ ഒരു വിമർശനം ഉള്ളതാണല്ലോ, താരിഫ്
കിങ് എന്നാണല്ലോ ഇന്ത്യയെ വിശേഷിപ്പിച്ചിരുന്നത്. അതായത് ഇറക്കുമതി ചുങ്കം കൂടുതലുള്ള രാജ്യം എന്നുള്ള വിമർശനം. അതിനപ്പോൾ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ഒരു സൗഹൃദ അന്തരീക്ഷം തുറന്നിട്ട് കൊടുക്കുവാൻ ഇറക്കുമതി ചുങ്കത്തിലുള്ള ഈ കുറവ് കാരണമായിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണ് ബഡ്ജറ്റിൽ അത് സൂക്ഷ്മമായി ഇന്ത്യൻ ബഡ്ജറ്റ് പ്രൊവിഷൻസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ഒരു ദിശാമാറ്റമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ എന്നും കൊണ്ടുവരാതിരുന്ന ആ ഒരു മാറ്റം ഇപ്പോൾ ഇന്ത്യയുടെ ബഡ്ജറ്റിൽ കൊണ്ടുവരുമ്പോൾ ദിശാസൂചകമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉറ്റുനോക്കുന്ന വിഷയം ഇത് രണ്ടുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഡിഫൻസ് രംഗത്തെ വലിയ കോഓപ്പറേഷനാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിലേക്ക് നീങ്ങാം. ഇൻഡോ പാസഫിക് റീജിയൻ is becoming an area of key interest for both the countries, India and America. But convergence of interest in the Indian Ocean and Pacific region, അവിടെ ക്വാഡ് വലിയ പ്രസക്തമായി വരുന്നു. അതുമാത്രമല്ല വലിയ തോതിലുള്ള അമേരിക്കൻ സൈനിക ഉപകരണങ്ങളുടെ ഇറക്കുമതി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നു. ഇപ്പോൾ തന്നെ കയറ്റുമതി ഇറക്കുമതി രംഗത്ത് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആണ്. $45 ബില്യൺ ട്രേഡ് സർപ്ലസ് ആണ് ഇന്ത്യക്ക്. അത് അത്ഭുതകരമായ ഒരു വളർച്ചയാണ്. ആകെ $129 ബില്യൺ ആണ് ഇൻഡോ അമേരിക്കൻ ട്രേഡ്. അവിടെ ഇന്ത്യ ഹാസ് എ ട്രേഡ് സർപ്ലസ് ഓഫ് $49 ബില്യൺ. ഇത് വലിയൊരു സംഖ്യയാണ്. ഇത് കുറച്ചുകൊണ്ട് വരണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ഉണ്ടാവണം. അത് സൈനിക ഇറക്കുമതിയുടെ രൂപത്തിലാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ട് സമഗ്രമായ ചില പാക്കേജുകൾ, ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട സമഗ്രമായ പാക്കേജുകൾ നാളെ കാര്യമായി സംസാരിക്കുമ്പോൾ മറ്റ് കാര്യങ്ങൾ ഈ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പിന്നണിയിലേക്ക് കുറേയൊക്കെ പോകാനും സാധ്യതയുണ്ട്. ആ രീതിയിലായിരിക്കും ഇന്ത്യൻ നയതന്ത്രം വർക്ക് ചെയ്യുന്നത്. ശരി, ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, എങ്ങനെയാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്? ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ വന്നിട്ടുണ്ടോ? എപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തും? എപ്പോഴായിരിക്കും ട്രംപുമായുള്ള കൂടിക്കാഴ്ച? ഇവിടെ ശ്രീ മോഹൻ വർഗീസ് വിവിധ വിഷയങ്ങൾ പറഞ്ഞു. ഇതിനപ്പുറം ുള്ള ചർച്ചകൾ ഉണ്ടാകുമോ? എന്തെല്ലാം പ്രതീക്ഷകളാണ് ഉള്ളത്? ഗുഡ് മോർണിംഗ് മഞ്ജുഷ. ഇവിടെ ഇന്ന് രാത്രി, അതായത് ഇപ്പൊ ഇവിടെ 12-ാം തീയതി മോർണിംഗ് ആണ്, ഇന്ന് രാത്രി പ്രൈം മിനിസ്റ്റർ മോദി വരും എന്നുള്ളതാണ് സ്കെഡ്യൂള്. അത് കഴിഞ്ഞ ശേഷം നാളെയും മറ്റന്നാളും, അതായത് ഫെബ്രുവരി 13-ഉം 14-ഉം വാലന്റൈൻസ് ഡേയിലൂടെയുള്ള ആ മീറ്റിംഗിലൂടെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ്, അല്ലെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു ഇമേജ് അമേരിക്കയിൽ എന്ന് പറഞ്ഞ ഒരു റോളർ കോസ്റ്റർ ഇമേജ് ആണ്. 2004-ല് 2002-ലെ ഗുജറാത്ത് റയോട്ട്സിന് ശേഷം അമേരിക്ക ബാൻ ചെയ്ത വ്യക്തിയായിരുന്നു അന്നത്തെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ. അതിനുശേഷം 2014 തൊട്ട് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ മോദിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഉള്ളൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 വേർഡാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഇന്ത്യയെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ ഈസ് എ ട്രേഡ് അബ്യൂസർ, എന്നാൽ പ്രൈം മിനിസ്റ്റർ മോദി ഈസ് മൈ ഫ്രണ്ട്. അതാണ് ട്രംപിന്റെ 2016-ലെ ഒരു സ്റ്റേറ്റ്മെന്റ്. 2020 വരെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു ചെറിയ വ്യതിയാനം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അമേരിക്ക ഈസ് ഫസ്റ്റ് ആൻഡ് അമേരിക്ക ഈസ് ഓൺലി ഫസ്റ്റ്. അത് അമേരിക്ക ആ ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള ഒരു ഇതിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനിലെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു താരിഫ് ഒരു മുദ്രാവാക്യമായിരുന്നു, ഇമിഗ്രേഷൻ ഒരു മുദ്രാവാക്യമായിരുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ യോജിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ആഴ്ച 104 ആൾക്കാരെ ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ വളരെയധികം കോളിളക്കം ഇന്ത്യയിൽ പാർലമെന്റിൽ ഉൾപ്പെടെയും മീഡിയയിൽ ഉൾപ്പെടെയും പൊതുജനങ്ങളും ഉൾപ്പെടെയും ഒത്തിരിയേറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അതിനെ പ്രൈം മിനിസ്റ്റർ മോദി എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ നിന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിമാൻഡുമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി വന്നിട്ടുണ്ടെങ്കിൽ ട്രംപ് ഒരിക്കലും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ട്രംപിന്റെ സെൻട്രൽ പോയിന്റ് ആയിരുന്നു ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുന്നു എന്ന രീതിയിലുള്ള പ്രതിപക്ഷ ആരോപണം ഇവിടെയുണ്ട്, രാജ്യത്തുണ്ട്. അപ്പോൾ അത് തണുപ്പിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടല്ലോ ശ്രീ സജിമോൻ ആന്റണി. അത് മാത്രമല്ല 18,000-ഓളം ഇല്ലീഗൽ ഇമിഗ്രൻസ്, അവരുടെ ഒരു കണക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാകേണ്ടതും ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും. അതായത് 104 വന്നെങ്കിൽ
അടുത്ത 500 കൂടെ ഓൾറെഡി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ 18,000, പിന്നെ അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ 7,25,000 എന്നുള്ളതാണ് കണക്കുകൾ ഉദ്ധരിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പറയുന്നത്. അപ്പൊ അതിനകത്തുള്ളൊരു സ്ട്രാറ്റജിക് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഇതിനെ അമിക്കബിളി ഡീൽ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ഇഷ്യൂ ഇവിടെ കാനഡയിലും അല്ലെങ്കിൽ കൊളംബിയയിലും വന്നപ്പോൾ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുരുട്ടി കാണിച്ചായിരുന്നു, മസിൽ പിടിച്ചായിരുന്നു. എന്നാൽ അമിക്കബിളി അത് വേറൊരു സ്റ്റൈലിലേക്കാണ് അത് പോയത്. കൊളംബിയയുടെയൊക്കെ പ്രസിഡന്റ് അവിടുന്ന് വിമാനം ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്ന ചില പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇവിടുന്ന് വരുന്നതിനകത്ത് ഇപ്പൊ അമേരിക്കൻ മിലിറ്ററി ജെറ്റ് ഉപയോഗിക്കുന്നതിന് പകരം വേറെ എന്താണ് ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി പ്രൈം മിനിസ്റ്റർ മോദിക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഞാൻ അവിടുന്ന് ജെറ്റിനെ ഇങ്ങോട്ട് അയക്കാം, അപ്പൊ അതിനകത്ത് കയറ്റി വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മേ ബി ട്രംപ് അത് ഓക്കെ ആയിരിക്കും അത്, റൈറ്റ്. എന്നാൽ മീഡിയ പലതും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ചങ്ങലയ്ക്ക് വെച്ചു, കാലയെ കുരുക്കിട്ടു, ഇതൊക്കെ പറയുന്നത് അതിനെയൊക്കെ കുറെ ഒരു ലിമിറ്റിൽ കൂടുതൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ ഇവിടെ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഏത് രാജ്യത്ത് വന്നാലും അനധികൃതമായിട്ട് വരുന്നത് അവർ കുറ്റക്കാരാണ്. അപ്പൊ ആ കുറ്റക്കാരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അതിന് ആ ഓരോ രാജ്യത്തിന്റെ ഓരോ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിച്ചാണ് പോകുന്നത്. അപ്പൊ പാലിക്കാതെ പോകുവോ അവരെ മാനുഷികപരമായിട്ട് അബ്യൂസ് ചെയ്യുവോ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞാൻ ഇൻഡിപെൻഡന്റ് പറയുന്നത്, ഒരു കക്ഷിയുടെയും പാർട്ടായിട്ടല്ല ഞാൻ പറയുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുവാണെങ്കിൽ അതാണ് അതിന്റെ ഒരു ആൻസർ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അനധികൃതമായിട്ട് ഒരാൾ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്, കേരളത്തിൽ വരുവാണെങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, നമ്മുടെ ന്യൂസ് 18 ചാനലിലേക്ക് ഒരാൾ അനധികൃതമായിട്ട് കടന്നു വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അവരെ നമ്മൾ കയറ്റിയെടുത്ത് ചായ കൊടുക്കുകയാണ് ചെയ്യുന്നത്, സെക്യൂരിറ്റിയെ വിളിക്കും, അവരെ തടഞ്ഞു നിർത്തും, ബ്ലോക്ക് ചെയ്യും. അതാണ് അതിന്റെ നിയമ വഴി എന്ന് പറയുന്നത്. അപ്പം അതിനുള്ളൊരു ഓപ്ഷന് എങ്ങനെ ഇതിനെ ഒരു മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബജറ്റ് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ട്രംപ് അഡ്മിനിസ്ട്രേഷനെ അപ്പീൽ ചെയ്യാനുള്ള ചില ടാരിഫ് ഇളവുകൾ അതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാരണം പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ ഒരു വിസിറ്റ് വരുമ്പം ട്രംപുമായിട്ട് ഒരു അഗ്രസീവ് മോഡിൽ പോവാതെ ഒന്നും കൂടി ഒരു അപ്പീസിംഗ് മോഡിലേക്ക് പോകുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് അതിനെ ഞങ്ങൾ ഇവിടുന്ന് കാണുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, മേ ബി പ്രൈം മിനിസ്റ്റർ മോദി ഒരു ജസ്റ്റർ കാണിക്കും, ഇല്ലീഗൽ ഇമിഗ്രേഷൻ നിങ്ങൾ വിട്ടോ, ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് വേണേൽ അതിന്റെ മൊഡാലിറ്റി വേണം ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ വന്നേക്കാം. എന്നിരുന്നാലും ഇവിടെയുള്ള ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റ് ട്രേഡ് ഡെഫിസിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുമ്പം അതിനകത്ത് ഇമ്പോർട്ടൻസ് എന്തുമാത്രം വരും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട വിഷയമാണ്. അത് മേ ബി നാളെ കഴിഞ്ഞ് ആകുമ്പോഴത്തേക്ക് ഒരു ക്ലാരിറ്റി. ശ്രീ സജിമോൻ ആന്റണി താങ്കളിലേക്ക് വരാം. പക്ഷേ ശ്രീ റോണി കെ ബേബി, നിങ്ങൾ ഇതിനെ അംഗീകരിക്കുകയില്ലല്ലോ എന്തായാലും. അമേരിക്കയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ട്രംപിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങുന്നു, രാജ്യം കീഴടങ്ങുന്നു എന്നൊരു വ്യാഖ്യാനമല്ലേ നിങ്ങൾ ഇതിന് നൽകുന്നത്? മഞ്ജുഷ്, അത് കീഴടങ്ങുക എന്നല്ല പറയുന്നത്. ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. എന്റെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ PTA പേരന്റ് ടീച്ചർ മീറ്റിംഗിന് എന്നെ ടീച്ചേഴ്സ് വിളിക്കുകയാണെങ്കിൽ എന്റെ കൊച്ചിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു പരിങ്ങിലൂടെ പോകുന്നത്, റൈറ്റ്. അപ്പൊ എന്ന് പറഞ്ഞു പോണക്ക് ഇന്ത്യയിൽ നിന്ന് ഇവിടെ അനധികൃതമായിട്ട് വന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്, ലീഗലി വന്ന ആൾക്കാരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് കാണുന്നത്, കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് അറിയാം, ഈ അന്തർദേശീയ ബന്ധങ്ങളില് ഇന്റർനാഷണൽ റിലേഷൻസിൽ വലിയ രാജ്യങ്ങളുണ്ട്, ചെറിയ രാജ്യങ്ങളുണ്ട്. പക്ഷെ എല്ലാ രാജ്യങ്ങളും സോവറിൻ സ്റ്റേറ്റ്സ് ആണ്, പരമാധികാര രാജ്യങ്ങളാണ്. അത് രാജ്യത്തിന്റെ സൈസോ ഇക്കോണമിയോ അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പോർട്ടൻസോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അല്ല, ഓൾ ആർ ഈക്വൽ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, വളരെ കൃത്യമായി തന്നെ പറയാം, ഇന്ത്യ അമേരിക്കയുടെ അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് കൃത്യമായി തന്നെ പറയാം. ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ. അതിനിടയിൽ അദ്ദേഹം എടുത്ത 2 തീരുമാനങ്ങൾ, അതിലൊരു തീരുമാനം ഞാനിവിടെ കൃത്യമായി പറയാം. ഇറാനിലെ ചബാർ തുറമുഖത്ത് ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്തു. ഇന്ത്യ അതിനുവേണ്ടി എത്രമാത്രം സാക്രിഫൈസ് ആണ് ചെയ്തെന്നറിയാമോ? നമ്മുടെ അഫ്ഗാൻ പോളിസി അല്ല, അഫ്ഗാനിസ്ഥാനിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക നമുക്ക് നൽകിയതായിരുന്നു ചബാർ തുറമുഖത്ത്, ഇറാനിലെ ചബാർ തുറമുഖത്ത് നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ. നമ്മൾ അതിനു മുമ്പ് ഇറാനിൽ നിന്നുമായിരുന്നു നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. 2019 മുമ്പിൽ നമ്മൾ അതിന്റെ ആ ട്രേഡ് വോളിയം നോക്കണം. 2019 മുമ്പ് 13 ബില്യൺ US$ തുല്യമായ ക്രൂഡ് ഓയിൽ ആയിരുന്നു നമ്മൾ ഇറക്കുമതി ചെയ്തതെങ്കിൽ, ഈ പറയുന്ന ചബാർ തുറമുഖത്ത് നമുക്ക് ആനുകൂല്യം നൽകി അമേരിക്ക നമ്മളോട് വെച്ച ഉപാധി, ഇറാനിൽ നിന്നും നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. നമ്മുടെ ട്രേഡ് 13 ബില്യൺ US$ നിന്നും $1 ബില്യൺ ആയി. അത് പിന്നീട് 246 മില്യനായി. അത് അത്രയും സാക്രിഫൈസ് ചെയ്താണ് ചബാർ തുറമുഖത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തത്. പക്ഷെ ട്രംപ് വന്ന് ആദ്യം അദ്ദേഹം ചെയ്തത് ആ ചബാർ തുറമുഖത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും ഏകപക്ഷീയമായിട്ട് അദ്ദേഹം എടുത്തു കളഞ്ഞു. അതൊന്ന്. 2, ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, ഈ നമ്മുടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് അയച്ച രീതി. ഇങ്ങോട്ട് അയച്ചതിനകത്തൊന്നും നമുക്ക് പ്രതിഷേധമില്ല. പക്ഷേ മിനിമം ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ അതിർത്തിക്കുള്ളിൽ വരുമ്പോഴെങ്കിലും അവരുടെ ഈ കൈവലങ്ങളും കാലുവലങ്ങളും കഴിച്ചു മാറ്റാമായിരുന്നു. സൈനിക വിമാനത്തിൽ അതൊക്കെ
കടുത്ത പ്രതിഷേധാർഹമാണ്. പക്ഷേ മറ്റു പല കൊച്ചു രാജ്യങ്ങളും പ്രതിഷേധിച്ച രീതി നോക്കുക. മെക്സിക്കോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊളംബിയ ആയിക്കോട്ടെ, അവരൊക്കെ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ 1000-1 പോലും ഉയർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. പകരം അതിനെ ന്യായീകരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള, ഇതൊക്കെ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്, പ്രൈഡിന്റെ പ്രശ്നമാണ്. ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനം. അവരുടെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോട്ടെ, സൈനിക വിമാനത്തിൽ കൊണ്ടുപോട്ടെ, നമുക്കൊരു പ്രതിഷേധമില്ല. പക്ഷെ മിനിമം നമ്മുടെ അതിർത്തിക്കുള്ളിൽ വരുമ്പോഴെങ്കിലും അവരുടെ കൈവിലങ്ങും കാൽവിലങ്ങും നമുക്ക് കഴിച്ചു മാറ്റായിരുന്നു. ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു, അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഈ പറയുന്ന പിന്നെ ഹാരി ഡേവിഡ്സൺ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ടെസ്ല ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ട്രംപിന്റെ ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്യുക. ഇവിടെയുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്തു? അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുക. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ ഏകപക്ഷീയമായ സറണ്ടർ ഇവിടെ പറഞ്ഞു. നമ്മള് പിന്നെ സൈനിക ഉടമ്പടിയിലേക്ക് പോവുക. അതും യൂണിലാറ്ററൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $4 ബില്യൺ തുല്യമായിട്ടുള്ള സൈനിക കരാറുകൾ. ആ സൈനിക കരാറുകൾ എന്താ പറയുക, ഇന്ത്യക്ക് പറ്റില്ല. നമ്മൾ $4 ബില്യൺ കൊടുത്ത് അവിടെ നിന്ന് 21 ഡ്രോണുകളും അതുപോലെ മിലിറ്ററി എയർക്രാഫ്റ്റുകളും നമ്മൾ ഇങ്ങോട്ട് മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അമേരിക്കയുടെ സൈനിക കയറ്റുമതിയുടെ ഒന്നാമത്തെ പിന്നെ കക്ഷിയായി ഇന്ത്യ മാറുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം LNG, ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ്, പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG എക്സ്പോർട്ടർ ഇന്ത്യയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി അമേരിക്കൻ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അമേരിക്കൻ കമ്പനി ചെനിയർ എനർജി ഇൻകോർപ്പറേറ്റഡ് അവരുമായി മുഴുവനും അമേരിക്കൻ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റിലേക്ക് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോവുക. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളിൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റിനുള്ള കരാറുകൾ ഒപ്പുവയ്ക്കാൻ പോവുക. അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ചർച്ചകൾ നടക്കുക. അമേരിക്കയുടെ ഏറ്റവും വലിയ 2 സ്വകാര്യ കമ്പനികൾ, ഒന്ന് GE ഹിറ്റാച്ചി, 2 വെസ്റ്റിംഗ് ലൂയിസ് എന്ന് പറയുന്ന 2 കമ്പനികളുമായി ഇതൊക്കെ എന്താ നമ്മുടെ ആണവ റിയാക്ടറുകൾ, നമ്മുടെ ആണവ രഹസ്യങ്ങൾ. ഇവിടെ പറയുമായിരിക്കും ഈ ആണവ റിയാക്ടറുകൾ രഹസ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇത്രയും കാലം നമ്മുടെ അഭിമാനമായി, നമ്മൾ തദ്ദേശീയമായി, ഇവിടെ ഇതിന്റെ ബഹുഭൂരിപക്ഷം നമ്മൾ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആണവ റിയാക്ടറുകളാണ്. പക്ഷേ ആ ആണവ റിയാക്ടറുകളിലേക്ക് ഈ പറയുന്ന അമേരിക്കൻ കമ്പനികൾക്ക് പ്രവേശനം നൽകാൻ പോവുക. ഈ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് ഈ അമേരിക്കയുമായിട്ടുള്ള ട്രംപ് വന്നതിന് ശേഷം ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗതം അദാനിക്കാണ്. കാരണം ഗൗതം അദാനിക്കും അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായിട്ടുള്ള സാഗർ അദാനിക്കും എതിരെ കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം 1977 ഫോറിൻ പ്രാക്ടീസസ് ആക്ട് പ്രകാരം ചുമത്തിയ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രൊസീഡിങ്സും നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഈ പറയുന്ന ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് 142 കോടി ഇന്ത്യക്കാരിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് ഈ പറയുന്ന ട്രംപിന്റെ ഭരണം കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗതം അദാനിയാണ്. നോക്ക്, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ തുടർച്ചയായി തകർത്തുകൊണ്ടിരിക്കുക. എത്ര കോടി രൂപയുടെ തകർച്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, അടിമയായി പോകുന്നു അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് ഉദാഹരണമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇവയൊക്കെ. അതിൽ ഈ താരിഫ് കുറച്ചു കൊടുത്ത കാര്യവും ഇലക്ട്രിക് വാഹനങ്ങളുടെ താരിഫ് കുറച്ചു കൊടുത്ത കാര്യവും വന്നിട്ടുണ്ട്. അതും കോൺഗ്രസിന്റെ ഒരു ആരോപണമാണ്. ഈ അമേരിക്കയുടെ അടിമയായി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ശ്രീ റോണി കെ ബേബി ഒരു ചെറിയ ചരിത്രം ഓർമ്മിപ്പിക്കാം. 1970 ഇന്ദിരാഗാന്ധി അവിടെ പ്രധാനമന്ത്രിയായിരിക്കെ അവിടെ അമേരിക്കയിൽ വിസിറ്റിന് പോയപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വൈറ്റ് ഹൗസിന്റെ സ്വീകരണ മുറിയിൽ റിച്ചാർഡ് നിക്സൺ അവരെ വെയിറ്റ് ചെയ്യിച്ച ഒരു ചരിത്രം ഇവിടെയുണ്ട്. രാവിലെ 11 മണിക്ക് കാണാം എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്ന ആ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച നടന്നത് വൈകുന്നേരം 5 മണിക്കാണ്. അതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വൈറ്റ് ഹൗസിന്റെ ആ തിണ്ണയിൽ വേർത്തു കുളിച്ചിരുന്ന ഒരു ചരിത്രം വെറുതെ ഞാൻ റോണി കെ ബേബി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവിടേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി പോയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊന്ന്, അമേരിക്കയും ഇന്ത്യയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളാണ്, ജനാധിപത്യ ശക്തികളാണ്. ഈ 2 ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ് ആകണം. പിന്നെ ട്രേഡിന്റെ കാര്യവും ഇവരെടുക്കുന്ന നയത്തിന്റെ കാര്യവും അത് അമേരിക്കയായാലും ശരി ഇന്ത്യയായാലും ശരി സ്വീകരിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാവുന്ന രീതിയിലാണ്. അതായത് 2 കൂട്ടരും അവരവരുടെ രാജ്യത്തിന്റെ താല്പര്യവും അവരവരുടെ ഗുണവും തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രയോറിറ്റി കൊടുക്കുക. ട്രംപ് നോക്കുമ്പോൾ മോദിയായിട്ടുള്ള സൗഹൃദമൊക്കെ അവിടെ നിൽക്കും.
പക്ഷേ ട്രംപിന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് തിരിച്ചും ഉണ്ടാവും. പക്ഷേ അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ കെമിസ്ട്രി ഒരുപാട് കാര്യങ്ങളെ ഒന്ന് ഈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയി കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു കെമിസ്ട്രി ഒരുപാട് കാര്യങ്ങളിൽ വർക്കൗട്ട് ആവും. അതല്ലാതെ ഇവർ ഈ സൗഹൃദം കീപ്പ് ചെയ്യാൻ, പേഴ്സണൽ സൗഹൃദം കീപ്പ് ചെയ്യാൻ വേണ്ടി രാജ്യ താല്പര്യം ആരും ബലി കഴിക്കില്ല. ഒരു ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും അതിന് ബലി കഴിക്കാൻ കൂട്ടു നിൽക്കുകയുമില്ല. പിന്നെ റോണി കെ ബേബി ഇവിടെ പറഞ്ഞ വേറൊരു കാര്യം, അമേരിക്കയുമായിട്ടുള്ള സൈനിക സഹകരണം എന്നുള്ളത് വെറുതെ വാങ്ങിക്കൂട്ടുകയാണോ? നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഡ്രോണുകളും സൈനിക ഉപകരണങ്ങളും ഒക്കെ ചുമ്മാ അങ്ങ് മേടിച്ച് വെറുതെ ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. എന്താ ഞാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, ഇവിടെ സോവിയറ്റ് യൂണിയനുമായി മാത്രമായിരുന്നു സൈനിക സഹകരണം ഉണ്ടായിരുന്നത് ഒരു കാലത്ത്, ഏതാണ്ട് 80കളുടെ അവസാനം വരെ. ഇവിടുത്തെ നമ്മുടെ ആയുധപ്പുരകളിൽ കുന്നുകൂടി കിടന്നിരുന്നത് മുഴുവനും സോവിയറ്റ് ആയുധങ്ങളായി, സോവിയറ്റ് വിമാനങ്ങളായിരുന്നു. MiG-21 അന്ന് മേടിച്ച MiG-21 കാര്യം, ആ കാലത്ത് ഈ MiG-21 പകരം MiG-21 ഇന്ന് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യോമസേന ഇന്ത്യൻ വ്യോമസേന മാത്രമാണ്, ഇന്ത്യൻ എയർഫോഴ്സ് മാത്രമാണ്. എന്താ കാര്യമെന്നറിയാവോ? അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വേറെ അതിന് പറ്റിയൊരു വിമാനം ലോകത്തൊരിടത്തും അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. അതുകൊണ്ടാണ് ഫ്ലൈയിങ് കോഫിൻസ് എന്നറിയപ്പെടുന്ന ആ MiG-21 വിമാനത്തിൽ ഇന്നും ജീവൻ പണയം വെച്ചുകൊണ്ട് നമ്മുടെ വൈമാനികർക്ക് കയറേണ്ടി വരുന്നത്. കാരണം സോവിയറ്റ് യൂണിയന്റെ കാൽ കീഴിൽ കിടക്കുകയായിരുന്നു ഇന്ത്യയുടെ ഡിഫൻസ് രംഗം മുഴുവനും. അവരുടെ അല്ലാത്തൊരു വിമാനം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് സമയത്തും കാലത്തും നടന്നിട്ടില്ല. അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങി, അവർ പറയുന്ന വിലയ്ക്ക്, അവർ പറയുന്ന കണ്ടീഷൻസിൽ ഇവിടെ സാധനം വാങ്ങി കൂട്ടുകയാണ്. അതായത് വ്യോമസേനയിലേക്ക് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന കേൾക്കാം, ഇതിന്റെ ഈ ഓപ്പറേഷൻ മാനുവലുകൾ പോലും, വിമാനങ്ങളുടെയും ഉപകരണങ്ങളുടെയൊക്കെ ഓപ്പറേഷൻ മാനുവലുകൾ പോലും റഷ്യനിൽ മാത്രമായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത്. ഈ വിമാനങ്ങളുടെയൊക്കെ ഒരു നട്ട് മുമ്പോട്ട് മാറ്റാൻ പോലും റഷ്യയിൽ നിന്ന് സർവീസിന് ആൾ വരണമായിരുന്നു. ആ ലെവലിൽ കിടന്നിരുന്നതാണ് ഇന്ത്യയുടെ ഡിഫൻസ് രംഗം എന്ന് പറയുന്നത്. 70കളിൽ തുടങ്ങിയത്, 70കളിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് തുടങ്ങിയത്. അതിൻ്റെയൊക്കെ പിന്നാമ്പുറ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അതെങ്ങനെയായിരുന്നു, അത് എന്തായിരുന്നു എന്നുള്ള ഒരു നെഗോസിയേഷനും ഇല്ലാതെയാണ് അവിടെ നിന്ന് ഈ ഡിഫൻസ് രംഗത്ത് ഫ്രാൻസുമായും സ്പെയിനുമായും അമേരിക്കയുമായും സോവിയറ്റ് യൂണിയനുമായൊക്കെ നെഗോസിയേഷനും ബാർഗൈനിങ്ങും ഒക്കെ നടത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ നമ്മുടെ വ്യോമസേനയുടെയും നമ്മുടെ സേനയുടെയും ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അടുത്ത കാലത്ത് ആലോചിച്ച് നോക്കണം, ഇവിടെ ചൈനയുടെ അതിർത്തിയിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും നയം എന്ന് പാർലമെന്റിൽ അനൗൺസ് ചെയ്ത ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഉള്ള രാജ്യമായത്. അപ്പം ആ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊന്ന്, ഈ ഇവരെ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന കാര്യം നോക്കൂ. ഈ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് കൊണ്ടുവരുന്ന അത് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാകുമെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നവര്, ഈ ഇവിടെ കൊണ്ടുവന്നവരില് കുറേയധികം പേരെ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ചെയ്യിച്ചില്ല, അല്ലാത്തവരെ ഒഴിവാക്കുക. ആരെയാണ് ഈ വിലങ്ങണിയിച്ചത്? അവിടെ അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തി അടിപിടി ഉണ്ടാക്കി പല പ്രശ്നങ്ങളുണ്ടാക്കിയ പക്ക ക്രിമിനൽസ്, അങ്ങനെയുള്ളവരെ മാത്രമാണ് അവരെന്ന് കൈകാലുകളിൽ ചങ്ങലയിട്ട് കൊണ്ടുവന്നത്. അല്ല, അങ്ങനെയാണോ? എനിക്ക് സംശയമുണ്ട്. ഞാൻ അതിലൊന്ന് സജിമോന്റെ അടുത്തുകൂടി പോവുകയാണ്. സജിമോൻ, അങ്ങനെയാണോ? ക്രിമിനൽസ് ആയവരെയാണോ അങ്ങനെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്തത്? എനിക്ക് മഞ്ജുഷ് ഇപ്പൊ ഇതുവരെ പറഞ്ഞ ശ്രീ റോണിയോടും ശ്രീ ഷാബു പ്രസാദിനോടും ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്, മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നത് രണ്ടുപേർക്കും ഓരോ പൊളിറ്റിക്കൽ ചായ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ആരെ പേഴ്സണലി പറയുന്നതല്ല. അപ്പം അവർ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നതാണ്. ദാറ്റ്സ് ഓക്കെ. അപ്പൊ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് പറയാൻ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാര്യം വൈറ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്ത കാര്യം പറഞ്ഞു. എന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാകണമെങ്കിൽ അതേ ഇന്ദിരാഗാന്ധി തന്നെ നിക്സണോട് പറഞ്ഞു, കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയക്കാം, ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകണോ വേണ്ടെന്ന് ഇന്ത്യ തീരുമാനിക്കും എന്നും പറഞ്ഞിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, മിലിറ്ററി അലീജിയൻസ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ റീസൺസ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അമേരിക്ക ഇവിടെ ആയിരുന്നെങ്കിൽ റഷ്യ, ഏഷ്യ, യൂറോപ്പ് ആ ഭാഗത്തായിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ഒരു മിലിറ്ററി അലീജിയൻസ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് തൊട്ടേ
ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതിനൊരു മോശം ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യമില്ല, അതായിരുന്നു അന്ന് നമുക്ക് ആവശ്യമായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആയതും പാകിസ്ഥാൻ ആയി നിൽക്കുന്നത്. ആ ഒരു എഡ്ജ് ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഒരു പോളിസി മോശമല്ല, എന്നാൽ ഈ 2014 ശേഷമല്ല ഈ ഒരു അലീജിയൻസ് അമേരിക്കയുമായിട്ട് ഉണ്ടായതുകൊണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം അത് 90കളിൽ തുടങ്ങിയതാണ് ആ ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റ് ഫോറിൻ അലയൻസിന്റെ കാര്യത്തിൽ. ഇത് സോവിയറ്റ് യൂണിയൻ അല്ല റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, അവരവിടെ ശിഥിലീകരിച്ച് ആയി കഴിഞ്ഞ് ഡിസിൻറ്റഗ്രേറ്റ് ആയപ്പോൾ നമ്മൾക്ക് ഒരു വേറൊരു പാർട്ട്ണറുടെ ആവശ്യമുണ്ട്. അത് അമേരിക്ക ഒരു സ്ട്രോങ് അലയാണ് എന്നുള്ളൊരു രീതിയിൽ അവിടെ നിന്നുള്ള റിലേഷൻഷിപ്പ് ഇങ്ങോട്ടേക്ക് ഒരു ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അത് ഇപ്പൊ അതിന്റെ ഒരു മാക്സിമം അല്ലെ മൂർധന്യത്തിലാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോദി ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇന്ന് വിലങ്ങിനെ പറ്റി പറയുമ്പോൾ മഞ്ജുഷ എനിക്കൊരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. നമുക്ക് കൈകാലുകൾ ഇപ്പൊ കൈ വിലങ്ങി വെക്കാനായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വിലങ്ങി വെക്കാം. ഇങ്ങനെ ടൈറ്റായിട്ട് വിലങ്ങി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഹാരം കഴിക്കാനോ കൈകൾക്കൊന്നും മൂവ്മെന്റ് ചെയ്യാനോ പറ്റത്തില്ല. എന്നാൽ ഇവിടെയൊക്കെ വിലങ്ങി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് ഒരടിയുടെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു അടിയും കൊണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെ മൂവ് ചെയ്യാം, അല്ലെ ബട്ടൺസ് ഇടാം, അല്ലെ നമുക്ക് പുറം ഒന്ന് ചൊറിയണമെങ്കിൽ ഒന്ന് ചൊറിയാം. ഞാൻ അതിനെ സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണ്. അപ്പൊ നമ്മൾ കൈ ബന്ധിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റാക്കി കൈയുടെ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ് നിഷേധിച്ചുകൊണ്ട് ചെയ്യാം, എന്നാൽ അതിനെ അല്പം കൂടെ റിലാക്സ് ആക്കിക്കൊണ്ട് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടുന്ന് വന്നത്. ഞാൻ വിലങ്ങ് വെച്ചതിനെ ന്യായീകരിക്കുകയല്ല. എന്റെ ഇന്ത്യൻ അല്ലെ അമേരിക്ക അല്ലെ അവിടെയുള്ള സുഹൃത്തുക്കൾ ഇത് കേട്ടിട്ട് ഇപ്പോഴേ കമന്റ് ബോക്സിൽ കയറി എന്നെ തെറി പറയരുത്. ഞാൻ ഫാക്റ്റ് ആണ് പറയുന്നത്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തേത്, അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് വന്നത്? കാരണം ഇങ്ങനെ ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ വന്നു. അത് ഈ രാജ്യത്തിന്റെ ഒരു വലിയൊരു ബാധ്യതയായി മാറി. അതുകൊണ്ടാണ്. രണ്ടാമത്തേത്, മഞ്ജുഷ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇവരെല്ലാം ക്രിമിനൽസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പെട്ട ആൾക്കാരുടെ ലിസ്റ്റാണ് അവർ ആദ്യം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 18,000 ആൾക്കാരുടെ അല്ലെങ്കിൽ വന്ന 104 പേരുടെയും ഹിസ്റ്ററി എനിക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പൊതുവേ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിശദീകരണം വിദേശമന്ത്രിയും നൽകിയിട്ടില്ല. അവിടെ നിന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം ഇവിടെ ഇന്ത്യൻ പാർലമെന്റിൽ വിദേശമന്ത്രിയും നൽകിയിട്ടില്ല. പിന്നെ താങ്കൾ പറയുകയുണ്ട് ഇനി ഒരു 500 പേരെ ഡീപ്പോർട്ട് ചെയ്യാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു വിവരം ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ നിന്നുള്ള ഒരു വിവരമാണ് ഞാനിത് പറയുന്നത്. ഇവിടുത്തെ മീഡിയ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇതാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് 494 498 അറൌണ്ട് 500 പീപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പോകും എന്നുള്ളൊരു ഇതായിരുന്നു. എനിക്കറിഞ്ഞുകൂടാ മോദി ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തിയത് കൊണ്ടാണോ അതിപ്പോ ഇതുവരെ നടക്കാതിരുന്നത് എനിക്കറിയില്ല. എന്നാൽ ഇവിടെ നിന്നുള്ളൊരു മീഡിയ റിപ്പോർട്ടുകൾ അതിനാണ് പറയുന്നത്. ശരി, ഡോക്ടർ ജി ഗോപകുമാർ പൂർത്തിയാക്കാൻ സമയം തന്നില്ല കേട്ടോ അഭിലാഷേ. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഡോക്ടർ ജി ഗോപകുമാർ കൂടി ചേരുകയാണ്. ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ ഇപ്പോൾ ഈ വിഷയങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗാസയെ ഏറ്റെടുക്കുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനവുമുണ്ട്. അതിലും ഒരു നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയേണ്ടി വരുമല്ലോ. ഹമാസിനെതിരെയുള്ള ഒരു നിലപാടുണ്ട്, പക്ഷേ പലസ്തീൻ ജനതയ്ക്കെതിരെ അല്ല ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇക്കാര്യത്തിലും ട്രംപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു നിലപാടിലേക്ക് എത്താൻ രാജ്യത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പല വിഷയങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് നിലപാട് പറയും അവിടെ പൂർണ്ണമായിട്ടും ട്രംപിന് അടിപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന്. പക്ഷേ ഇപ്പോൾ പാരീസ് കരാറിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വ്യക്തമാക്കി കഴിഞ്ഞു പിന്മാറുകയില്ല എന്ന്. അതായത് കാലാവസ്ഥാ കരാറിൽ ട്രംപിന്റെ നിലപാടല്ല ഫ്രാൻസിനും ഇന്ത്യക്കുമുള്ളത്. അപ്പോൾ എതിർക്കേണ്ട വിഷയങ്ങളിൽ എതിർക്കും എന്നതിന്റെ ഒരു സൂചന കൂടിയാണല്ലോ അത്. തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നും ഇന്നലെയുമായി പാരീസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടിയിൽ അമേരിക്ക അതിൽ നിന്ന് ഒരു പ്രമേയത്തിൽ ഒപ്പിടാനോ അതിലൊരു കൺസെൻസസിൽ വരാനോ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് മേഖലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതങ്ങനെ ആയിരിക്കണം. അന്തർദേശീയ ബന്ധങ്ങളിൽ, ഉഭയകക്ഷി ബന്ധങ്ങളിൽ അവരവരുടെ രാജ്യ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താങ്കൾ ഇവിടെ ചോദിച്ച പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഗാസ മേഖല അമേരിക്ക എവിക്റ്റ് ചെയ്യാൻ പോകണോ, അവരുടെ കയ്യിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. ഒരു രണ്ടു പേർക്കും അവരവരുടെ രാജ്യം സൃഷ്ടിച്ച് ഒരു 2 നേഷൻ സൊല്യൂഷനേ ഉള്ളൂ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഹമാസ് കാണിച്ച അക്രമത്തെ നമ്മൾ ഇന്നും അപലപിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു നിലപാടുണ്ട്. അതിപ്പോൾ ഇവർ തമ്മിൽ സൗഹൃദമാണെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ മാറ്റിവെക്കാനൊന്നും പറ്റില്ല. രാജ്യ താല്പര്യങ്ങളാണ് പ്രധാനം.
ആ രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നിൽക്കാൻ കഴിയുള്ളൂ, അതേ നിൽക്കത്തുമുള്ളൂ. മാത്രമല്ല ഇനി അങ്ങോട്ട് ഫ്ലവർ ചെയ്യാൻ നല്ല രീതിയിൽ ഉജ്ജ്വലമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന പല മേഖലകളുണ്ട്. അതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച വാണിജ്യരംഗം ഒരു പ്രസക്തമായൊരു മേഖലയാണ്. ഇനി കുടിയേറ്റ ബന്ധങ്ങളിലാകട്ടെ H1B വിസ അത് വളരെ പ്രസക്തമാണ്. നമ്മൾ ഇല്ലീഗൽ കുടിയേറ്റത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു, അതിനിയും സംസാരിക്കാം. പക്ഷേ H1B വിസ എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് നൽകാൻ കഴിയും? ഇത് ഇന്ത്യയുടെ ആവശ്യം മാത്രമല്ല, അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കയുടെ ആ ഗ്രോത്ത് എഞ്ചിനിൽ പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലയിൽ IT മേഖലയിലുള്ള വളർച്ചയ്ക്ക് ഇന്ത്യയുടെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ H1B വിസയിൽ ഒരു കട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അമേരിക്കക്കാർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ടും ഇന്ത്യക്കും ഗുണമുള്ള കാര്യമായതുകൊണ്ടും ഒരു വിൻ വിൻ സിറ്റുവേഷനിലായിരിക്കും H1B വിസയിൽ അവസാനിക്കാൻ പോകുന്നത്. ഡിഫൻസിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സാങ്കേതിക രംഗത്ത് നമ്മൾ ഇനിയും ഒരുപാട് ഉയരേണ്ടിയിരിക്കുന്നു. പക്ഷേ സമീപകാലത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴി ഡിഫൻസ് കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ചില മേഖലകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സമീപകാലത്ത് ബാംഗ്ലൂരിൽ നടന്ന എയറോസ്പേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗിലും എക്സിബിഷനിലും എല്ലാം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഡിഫൻസ് രംഗത്ത് പ്രയോഗിക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഡ്രോണും മറ്റ് പല രീതിയിലും നമുക്ക് ടെക്നോളജിയുടെ ആവശ്യം അമേരിക്കയിൽ നിന്നുണ്ട്. അത് തടയാൻ പറ്റില്ല. കാരണം നമ്മുടെ അതിർത്തി എത്ര വൾണറബിൾ ആണെന്നും അവിടെയൊക്കെ വേണ്ട രീതിയിൽ സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് റഷ്യയുടെയും അമേരിക്കയുടെയും സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്സും ആവശ്യമാണ്. അത് അമേരിക്കയിൽ തീർച്ചയായിട്ടും ട്രംപിന് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്, മറ്റൊന്നുമല്ല. കാരണം അവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് തൊഴിൽ കൂടുതൽ കിട്ടുമ്പോൾ അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം അമേരിക്കയിൽ കുറയും. പക്ഷേ ഇന്ത്യ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. നമുക്കിപ്പോൾ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ മിക്കവാറും ഡിഫൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലേക്കുള്ള സ്റ്റേജ് ആകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളായ അമേരിക്കയെയും റഷ്യയെയും കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനി ഇതുപോലെ തന്നെ തന്ത്രപ്രധാനമായ വലിയൊരു ബന്ധം നമുക്കുണ്ട്. ആ തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് ഇവിടെ ചെറിയ സൂചന വന്നു. ക്വാഡ്രിലാറ്ററൽ അലയൻസിൽ ഇൻഡോ പസഫിക്കിലുള്ള പ്രാധാന്യം അത് വളരെ പ്രസക്തിയാണ്. കാരണം ഇൻഡോ പസഫിക് വളരെ ഇനിയുള്ള ലോകബന്ധങ്ങളിൽ വാണിജ്യമായാലും തന്ത്രപരമായ ബന്ധങ്ങളായാലും സൈനിക ബന്ധങ്ങളായാലും തീവ്രവാദി ആക്രമണത്തെ നിയന്ത്രിക്കുന്ന കാര്യമാണെങ്കിലും പസഫിക് ഓഷ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ക്വാഡ്രിലാറ്ററൽ അലയൻസ് ഉണ്ടെങ്കിൽ അതിനപ്പുറം പുതുതായി കൊണ്ടുവരുന്ന നമ്മൾ ഐമെക്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ എക്കണോമിക് യൂണിയൻ, അങ്ങനെ ഐമെക്, അതിനകത്ത് അത് US ചെന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം G20 സമയത്ത് നമ്മൾ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇസ്രായേലും എല്ലാം ഇന്ത്യയോട് സഹകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിച്ച് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ ഒരു കൗണ്ടർ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു മൂവാണ് ഐമെക്കിൽ വരുന്നത്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തിന് വിട്ടുകൊടുത്താൽ പറ്റില്ല. അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ കൊണ്ടുവരണം. അവിടെ ഇന്ത്യക്ക് വളരെയധികം സംഭാവന ചെയ്യാൻ കഴിയും. വാണിജ്യ രംഗത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞതും ഞാനത് ശ്രദ്ധിച്ചു കേട്ടു. അതൊക്കെ വളരെ ശരിയാണ്. ഈ ടാരിഫിന്റെ കാര്യത്തിൽ ചൈനയെയും ഇന്ത്യയെയും ഒരേപോലെ ആക്രമിക്കുന്ന ഒരാളാണ് ട്രംപ്. ട്രംപിന്റെ ഒരു നേച്ചറിൽ അദ്ദേഹം ക്ഷണികമായ വികാരത്തിൽ പെട്ടെന്ന് എന്ത് പറയുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്ര അൺപ്രഡിക്റ്റബിൾ ആയ ഒരു നേച്ചറുള്ള ഒരാളാണ്. പക്ഷേ ഒരു ബിസിനസ് താല്പര്യം വരുമ്പോൾ ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ചൈനയെയും ഇന്ത്യയെയും ട്രംപിന് തടയാൻ പറ്റില്ല. പക്ഷേ ചൈനയുടെ വാണിജ്യ കുടിയേറ്റം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ട്രേഡ് ഐറ്റംസ്, കൺസ്യൂമർ ഐറ്റംസ്, അത് ഓവറായിട്ട് വരുന്നത് കൊണ്ടാണ് ഒരു ടാരിഫിന്റെ ചക്രവർത്തിയാണ് ചൈന എന്ന് അമേരിക്ക എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ട്രംപ് വിശേഷിപ്പിച്ച് ഇന്ത്യയെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്ത്യയും അതിന്റെ രാജാവാണ്. ട്രംപ് വിമർശിച്ചിട്ടുണ്ട്. അതെ, അതാണ് തീർച്ചയായിട്ടും ട്രംപിന്റെ നിലപാട് അങ്ങനെയാണ്. അപ്പൊ ഇതൊരു നീക്കുപോക്കിലേ പറ്റത്തുള്ളൂ. അതേസമയം ശത്രുപരമായ നിലപാടില്ല. എല്ലാ രാജ്യങ്ങളും തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേസമയം അവരവരുടെ രാജ്യത്തിന്റെ ദേശ താല്പര്യങ്ങളെ ഒരിക്കലും ബലികഴിക്കാൻ പറ്റില്ല.
അപ്പൊ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ഒരു മാൻഡേറ്റിൽ വന്ന ഒരാള് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാമ്പത്തികമായി അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമുക്കാകട്ടെ വലിയ കുതിപ്പിന് നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അടുത്ത 3 വർഷം കൊണ്ട് ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറണം. അപ്പൊ നമുക്കും നമ്മുടേതായ താല്പര്യങ്ങളുണ്ട്. അതെല്ലാം ട്രംപിന് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു ശത്രുപരമായ ഒരു നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല. പണ്ട് ഏത് കാലത്തേക്കാൾ അമേരിക്കൻ ഇന്ത്യൻ ബന്ധങ്ങൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ്. ശരിയാണ്. സമീപകാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യ അമേരിക്ക ബന്ധം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണിത്. ശ്രീ മോഹൻ വർഗീസ്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് തിരിച്ചയച്ച സമയത്ത് പോലും മോദിയുടെ സന്ദർശനം എന്നാണെന്ന് കൃത്യമായി ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ സന്ദർശനം വരുമ്പോൾ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ എത്തിയതിനു ശേഷം 4ാമത്തെ ആൾ അല്ലെ, 4ാമത്തെ ലോക നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസ് ആതിഥ്യമരുളാൻ പോകുന്ന. അതിന്റെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒന്നുകൂടിയാണല്ലോ. ഒന്നാമത്തേത് ഇസ്രായേൽ, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പിന്നെ വരുന്നത് ജപ്പാൻ, വ്യാപാര പങ്കാളി എന്ന രീതിയിൽ. ജോർദാന്റെ രാജാവിനെ അവിടെ ആതിഥ്യമരുളുന്നു. അടുത്തയാൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ പ്രാധാന്യം അമേരിക്ക എടുത്തു കാണിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ശ്രീ മഞ്ജുഷ്, അമേരിക്ക ഒരു പ്രിഫറൻസ് കാട്ടുന്നുണ്ട്. അത് വ്യക്തമായി ലോകത്തോടായി പറയാൻ ശ്രമിക്കുകയാണ്. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത്രയും വലിയ പുകിലുണ്ടായിട്ട് പോലും അമേരിക്കൻ പ്രസിഡന്റായി പുതിയതായി ചുമതലയേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലത്ത് ആദ്യം അമേരിക്കയിൽ കാലുകുത്തുന്ന വിദേശ രാഷ്ട്ര നേതാവ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആയത് യാദൃച്ഛികമല്ല. അത് കരുതിക്കൂട്ടി തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ അതിനെ ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ പിന്നീട് ജോർദാൻ രാജാവ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോർദാൻ്റെ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമൻ അമേരിക്കയിൽ ചെന്ന് ട്രംപുമായി സംസാരിച്ചു. അപ്പോൾ അവിടെ ഒരു അറബ് ലോകത്തെ കൂടി ബാലൻസ് ചെയ്ത് പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നു. ഇസ്രായേൽ തന്നെയാണ് അമേരിക്കയ്ക്ക് പ്രിയങ്കരമായ രാജ്യം. അതോടൊപ്പം തന്നെ കിഴക്കൻ ഏഷ്യയ്ക്കുള്ള പ്രാധാന്യം, പ്രത്യേകിച്ച് ജപ്പാനുള്ള പ്രാധാന്യം ട്രംപും അമേരിക്കയും തിരിച്ചറിയുന്നു. അത് എക്കാലത്തുമുള്ള ബന്ധം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ബന്ധം അതുപോലെ തുടരുന്നു എന്നതിൻ്റെ സൂചകമായിട്ടാണ് ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററിൻ്റെ അമേരിക്കൻ വിസിറ്റ്. 4ാമത്തെ സന്ദർശനമാണ്. അതും അധികാരമേറ്റെടുത്ത് 2 ആഴ്ചക്കുള്ളിൽ തന്നെയാണ്. 4ാം സന്ദർശനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് ആണ് എന്ന് പറയുമ്പോൾ അമേരിക്ക ഈസ് ട്രൈയിങ് ടു ഗിവ് എ മെസ്സേജ് ടു ദ വേൾഡ്. ഇത് പുതിയ ലോകക്രമത്തിൽ അമേരിക്ക ഏതെല്ലാം രാജ്യങ്ങൾക്ക്, ഏതെല്ലാം മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു, അമേരിക്കൻ വിദേശ നയത്തിൽ ഇന്ത്യക്കുള്ള ഒരു സമുന്നതമായ സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വ്യംഗ്യമായ, സിംബോളിക്കായ, പ്രതീകാത്മകമായ ഒരു നീക്കമായി ഇതിനെ കാണാം. ഇനി തിരിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പം ഇവിടെ എല്ലാവരും ആരും പറയുമെന്ന് തോന്നുന്നില്ല ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ വളരെ മോശമായ ലെവലിലാണെന്ന്. ഇപ്പം ഇറിറ്റൻസ് ഉണ്ടായിട്ടുണ്ട്, വൈകാരികമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചങ്ങല ഒക്കെ നമ്മൾ ആ കാര്യമായി സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ ആക്ച്വലി അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ ഗെയിം ഓഫ് നമ്പേഴ്സ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ നാഷണൽ ഇൻട്രസ്റ്റ് കംസ് ഫസ്റ്റ്. ഏത് രാജ്യത്തിനും, അമേരിക്കയ്ക്കാണെങ്കിലും നാഷണൽ ഇൻട്രസ്റ്റ് കംസ് ഫസ്റ്റ്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ദേശീയ താല്പര്യം എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇവിടെ ഇല്ലാത്ത രീതിയിൽ ട്രംപ് പറയുകയാണ്. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും പറയുന്നത്. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന വാക്കല്ല പറയുന്നത്, മറിച്ച് വികസിത ഭാരത് ബൈ 2047, സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വർഷം വികസിത ഭാരതം ഉണ്ടാകും. ഭാരതത്തിന് സമ്പദ് വ്യവസ്ഥ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉടനടി 2-3 വർഷത്തിനുള്ളിൽ തന്നെ മാറും എന്ന ശുഭപ്രതീക്ഷ വരുമ്പോൾ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആർ പാരമൗണ്ട് ആസ് ഫാർ ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് കൺസേൺ. ഇനി 2 പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഗുണമേന്മയുള്ള ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള പാരസ്പര്യത്തിൽ ട്രേഡ് ഒരു വലിയ വിഷയമാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ $120 ബില്യൺ, $129 ബില്യൺ ഉഭയകക്ഷി ട്രേഡാണ്. അത് വളരെ വലിയ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ കൂടിയാണ് അമേരിക്ക എന്ന് ഓർക്കണം. ആ ട്രേഡ് നന്നായി കാത്തു സൂക്ഷിക്കുകയും ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന, കയറ്റുമതി വരുമാനം നേടിത്തരുന്ന ഒരു സോഴ്സിനെ പെട്ടെന്ന് മറ്റ് ചില ഉപരിപ്ലവമായ കാര്യങ്ങളുടെ മറവിൽ ഞെക്കിക്കൊല്ലാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല പാക്കേജുമായി തിരിച്ചു വരണം എന്ന ആഗ്രഹം
ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും പ്രതിപക്ഷം തീർച്ചയായിട്ടും വിമർശിക്കണം, ന്യായമായ വിമർശനങ്ങൾ ഉണ്ടാകണം. പക്ഷേ മോദിയുടെ അമേരിക്ക സന്ദർശനം എന്ന് പറയുമ്പോൾ ഇന്ത്യ പ്രൈം മിനിസ്റ്റർ വിസിറ്റിംഗ് അമേരിക്കൻ ലാൻഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് മൊത്തത്തിൽ ഗുണകരമായ ചില തീരുമാനങ്ങൾ. രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഗാസ വിഷയം, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലുള്ള സമയത്ത് തന്നെയായിരിക്കും ഈ ഗാസയുടെ കാര്യത്തിൽ ട്രംപിന്റെ അടുത്ത തീരുമാനം വരാൻ പോകുന്നത്. ശനിയാഴ്ചയാണല്ലോ ആ നിർണായകമായ തീരുമാനം വരാൻ പോകുന്നത്. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ ലോകമെമ്പാടും ഉണ്ടല്ലോ. അപ്പോൾ ഈ വിഷയത്തിലും ഇന്ത്യ ഒരു നിലപാട് പറയേണ്ടി വരും. അത് പറയേണ്ടി വരും. അവിടെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയി തിരിച്ചു വന്ന മോദി അല്ല ഇപ്രാവശ്യം പോകുന്നത്. കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ്. ഇന്ത്യ വിൽ ഹാവ് ടു മേക്ക് ഇറ്റ്സ് പൊസിഷൻ ക്ലിയർ. അത് അമേരിക്കയിൽ വെച്ച് വ്യക്തമാക്കുമോ, തിരിച്ച് ഭാരതത്തിൽ എത്തിയതിനു ശേഷം വ്യക്തമാക്കുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല. നമ്മുടെ വ്യക്തമായ നിലപാടുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശമുണ്ടാകണം. അതേപോലെ തന്നെ പാലസ്തീൻ, സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ, 1993 ഓസ്ലോ കരാർ അനുസരിച്ച് സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ നിലപാട് പലസ്തീനികളെ ഗസയിൽ നിന്ന് മാറ്റും എന്നുള്ളതാണല്ലോ. പാലസ്തീൻ ജനതയെ, അതായത് ഗാസയുടെ മണ്ണിൽ നിന്നും 23 ലക്ഷം പലസ്തീൻകാരെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റി പാർപ്പിക്കണം. ഇസ്രായേലി പ്രധാനമന്ത്രി പറയുന്നു അവരെ സൗദിയിലേക്ക് മാറ്റി പാർപ്പിക്കണം, എന്നിട്ട് റിവിയറ സ്ഥാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഗാസയിൽ. ഒരു കാരണവശാലും ഇന്ത്യ അതിൽ അഭിപ്രായം പറയണോ ഇല്ല അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുമോ എന്നുറപ്പില്ല. പക്ഷേ ഇന്ത്യയുടെ എക്കാലത്തെ നിലപാടാണ് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇന്ത്യക്ക്? മഞ്ജുഷ, ഈ ട്രേഡ് ഡെഫിസിറ്റിന്റെ കാര്യവും ഇപ്പൊ ഈ പറഞ്ഞ സബ്ജക്റ്റിനകത്തും എന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്, ഇതുവരെയുള്ള ഇന്ത്യ US ട്രേഡ് നെഗോഷിയേഷനകത്തൊക്കെ 6:4 എന്നൊരു റേഷ്യോ ആയിരുന്നു. മീൻസ് 10 6 ഇന്ത്യക്ക് കൊടുത്തിട്ട് അമേരിക്കയ്ക്ക് 4 ആണെങ്കിലും മതി എന്നുള്ളൊരു, കാരണം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് എന്നുള്ളൊരു ചെറിയൊരു ലൂസ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മുന്നേക്ക് വരുമ്പം ട്രംപ് പറയുന്നത് ഈ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള എല്ലാ രാജ്യവുമായിട്ടും ഒരു ടാരിഫ് ഫൈറ്റ് വേണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ വരുമ്പം ഇനിയുള്ള ട്രേഡ് ഡിസ്കഷനകത്ത് ഇതിനു മുമ്പ് ഇന്ത്യക്ക് കിട്ടിയ ലിവറേജ് അല്പം കുറയും എന്നുള്ള ഒരു ആംഗിളാണ് എനിക്ക് ഇവിടുന്ന് കാണുന്നത്. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തേത്, ഇനി അല്ലെങ്കിൽ തിരിച്ച് അത് വരണമെങ്കിൽ ട്രംപ് ഈസ് ഗോയിങ് ടു ഇൻഫോഴ്സ് കൗണ്ടർ ഗ്യാരണ്ടീസ്. ട്രംപിന് ഇപ്പോൾ വേണ്ട കൗണ്ടർ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിച്ച ഗാസ പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ ആണ്. ട്രംപ് ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ എറിഞ്ഞപ്പം ഇവിടുത്തെ ഫോറിൻ സെക്രട്ടറിക്ക് പോലും അറിവുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഗാസ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് എന്ന് നമ്മൾ നാട്ടിലെ പൊളിറ്റിക്സിനകത്ത് സുരേഷ് ഗോപി പണ്ട് തൃശ്ശൂർ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വന്നപ്പം എല്ലാവരും ഒരു ഞെട്ടലോടുകൂടിയാണ് ഇത്. എന്നാൽ ട്രംപ് അത് തമാശയ്ക്ക് പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. പിന്നെ അതിനൊരു ഫോളോ അപ്പ് ത്രൂ ഉണ്ടായി. ഇവിടുത്തെ ഫോറിൻ സെക്രട്ടറി പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നു. ലോകരാജ്യങ്ങളോട് ബാർഗെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലും മറ്റ് അറബ് കൺട്രികളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ, അല്ലെ അതിനുള്ള രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഇനി വരാൻ പോകുന്നത് മേ ബി ഈ കഴിഞ്ഞ തവണയാണെങ്കിലും പലപ്പോഴും ഇന്ത്യയുടെയും അമേരിക്കയുടെയും കാര്യങ്ങൾ സംസാരിക്കുമ്പം ന്യൂഡൽഹി സംസാരിക്കുന്ന അതേ ലാംഗ്വേജിലല്ല കേരളത്തിലുള്ള ആൾക്കാർ സംസാരിക്കാറുള്ളത്. രണ്ട് ആംഗിളിൽ പോകുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഗാസ ഇഷ്യൂവിലും ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിനകത്തും ചിലപ്പം ന്യൂഡൽഹിയുടെ ഒരു ആൻസറും റെസ്പോൺസും കാണും, എന്നാൽ കേരളത്തിലുള്ള മിക്കവാറും ഉള്ള ആൾക്കാർക്ക് വേറൊരു ഒപ്പീനിയനും കണ്ടേക്കും. അതിനകത്തൊരു സർപ്രൈസ് ഞാൻ കാണുന്നില്ല. വരാൻ പോകുന്നത് പോസിബിലിറ്റി ഈ ഗാസ ഇഷ്യൂവിനകത്ത് ഒരു പരിധി വരെ നരേന്ദ്രമോദി സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. റഷ്യയുമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാനും ഒരു നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഒരു ട്രേഡ് ക്രൂഡ് ഓയിലുമായിട്ട് ഇറാനുമായിട്ട് നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇവിടെ നിന്ന് അമേരിക്ക വളരെ സ്ട്രോങ് ആയിട്ട് എൻഫോഴ്സ് ചെയ്തായിരുന്നു യുക്രൈൻ റഷ്യയുടെ വാറിന്റെ സമയത്ത് റഷ്യയിൽ നിന്ന് എടുക്കരുത് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് എടുക്കരുത്, സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാലും നരേന്ദ്രമോദി ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ ബെനിഫിറ്റിനും വേണ്ടിയിട്ട് അവരുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചു എന്നത് ഹിസ്റ്ററി മാത്രമല്ല ഇപ്പോഴത്തെയും ഒരു യാഥാർത്ഥ്യമാണത്. അപ്പൊ അങ്ങനെയുള്ള വസ്തുതകളൊക്കെ ഈ ട്രംപിനും അറിയാം എന്നുള്ളതാണിത്.
അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പം മുമ്പേ പറഞ്ഞ നാലാമത്തെ ആളാണ് പ്രൈം മിനിസ്റ്റർ മോദി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് തരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനകത്ത്. കാരണം മനുഷ്യ പറഞ്ഞു പോണെങ്കിൽ തന്നെ ആദ്യം ഇസ്രായേൽ വന്നു, പിന്നെ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ വന്നു, പിന്നെ ജോർദന്റെ കിങ് വരുന്നു, പിന്നെ ഇന്ത്യയുടെ ഇത് ആൾ വരുന്നു. ഇതിനൊക്കെ ഓരോ സിഗ്നിഫിക്കൻസും ഒരു റീസൺസും ഉണ്ട്. ഇതൊക്കെ നല്ലൊരു മെസ്സേജ് ആണ്, അല്ലെ എന്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്നുള്ളതും കൂടെ വിവിടാകുന്ന രീതിയിലാണ് പോകുന്നത് എന്നുള്ള ഒരു ശരി. ശ്രീ റോണിക്ക ബേബി, പക്ഷേ നിങ്ങൾ അതിനോട് യോജിക്കില്ലല്ലോ. അവിടെ ട്രംപിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ വാദം. അന്തർദേശീയ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. ഓരോ രാജ്യങ്ങളിലും താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ എന്ത് ദേശീയ താല്പര്യമാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രൊട്ടക്ട് ചെയ്തത്? നമുക്കറിയാം, ട്രംപ് വന്നതിന് ശേഷം ഏറ്റവും അധികം പ്രശ്നമുണ്ടായത് നമ്മുടെ ഈ ഡോളറുമായിട്ടുള്ള നമ്മുടെ രൂപയുടെ വിനിമയ നിരക്കിൽ വന്ന ഇടിവാണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ട്രേഡ് മുഴുവൻ, അന്തർദേശീയ രംഗത്തെ ട്രേഡ് മുഴുവൻ ഡോളർ ബേസ്ഡ് ആയിരിക്കും. നമ്മൾ എന്തുകൊണ്ട് മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങളും മറ്റു ഓപ്ഷൻ, യൂറോ പോലെയുള്ള മറ്റു ഓപ്ഷനുകളിലേക്ക് പോകുമ്പോഴും നമ്മൾ ഇപ്പോഴും പറയുകയാണ്, നമ്മൾ സ്ട്രോങ്ലി പറയുകയാണ്, ഇവിടെ നമ്മുടെ രൂപ തകർന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ഷെയർ മാർക്കറ്റ് തകർന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ സ്റ്റോൾ ഒറ്റ പിന്നെ ഈ ട്രേഡ് എന്ന് പറയുന്നത് ഡോളറിലായിരിക്കും. അതൊന്ന്. രണ്ട്, ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറയാം. ആരോ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നറിയോ? ബാംഗ്ലൂരില് വെച്ചുകൊണ്ട് വ്യോമസേനയുടെ ചീഫ് അവിടെ എയറോ ഷോയിൽ പങ്കെടുത്തുകൊണ്ട് പറയുക, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, നമ്മുടെ അഭിമാനമായ ദേശീയമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സമ്പൂർണ്ണ പരാജയമാണ്. അവരൊരു കാര്യവും ചെയ്യുന്നില്ല, ഒരു കാര്യവും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, കൃത്യമായി പിന്നെ ഓർഡർ ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളൊന്നും പിന്നെ തരുന്നില്ല. ആരെ സഹായിക്കാനാ? നമ്മുടെ കൃത്യമായിട്ട് പറയാം, റഫാൽ ഉടമ്പടി എടുക്കുക. അന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് റഫാൽ നമ്മൾ ഒപ്പുവെച്ചത് അവിടെ ഈ പറയുന്ന ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും, റഫാലിന്റെ ടെക്നോളജി. എന്നിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി നമ്മൾ പങ്കാളിത്തത്തോടുകൂടി റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ഏകപക്ഷീയമായി മോദി ഭരണകൂടം വന്നതിന് ശേഷം അതിൽ മാറ്റം വരുത്തി അനിൽ അംബാനിയുടെ കടലാസ് കമ്പനിക്ക് സ്വന്തമായി ഒരു കടലാസ് വിമാനം പോലും ഉണ്ടാക്കാതിരുന്ന അനിൽ അംബാനിയുടെ കടലാസ് കമ്പനിക്ക് റഫാലുമായിട്ടുള്ള ഈ പറയുന്ന ഇന്ത്യൻ വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള ആ കരാറ് ഒപ്പുവെക്കുന്നുണ്ട്. 500 കോടി രൂപയ്ക്കായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് കരാർ ഒപ്പുവെച്ചെങ്കിൽ അത് ഒറ്റയടിക്ക് 1500 കോടിയായി മാറുന്നു. കൃത്യമാണ്. ഇന്ന് വ്യോമസേന തലവന്റെ പോലും സ്ഥാപന വളരെ ആസൂത്രിതമാണ്. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ഈ പറയുന്ന ഈ യുദ്ധോപകരണങ്ങൾ കയറ്റുമതിയിൽ ഒന്നാമത് നിൽക്കുന്നത് ഇന്ത്യ. അവിടെ എവിടെയാണ് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ പിന്നെ മോദിയെ അമേരിക്ക ക്ഷണിച്ചെങ്കിൽ അതിന്റെ പുറത്താണ് അമേരിക്കയിലെ ഈ പറയുന്ന സ്വകാര്യ ആയുധ നിർമ്മാണ കമ്പനികൾ. നമ്മുടെ ഇൻട്രസ്റ്റ് വളരെ 4 ബില്യനാണ്, ഒന്നും രണ്ടുമില്ല, 4 ബില്യൺ US എഗ്രിമെന്റ് ആണ് നമ്മൾ പിന്നെ ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഇനി ഞാൻ പറയാം, ഇത് പറയുന്നു നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഈ പെട്രോളിയം ഇറക്കുമതി കാര്യത്തിൽ ഇന്ന് അമേരിക്കയുടെ 5ാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പിന്നെ ഇമ്പോർട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇവിടെ പോയി ഇറാനിൽ നിന്ന് ചീപ്പായി കിട്ടിക്കൊണ്ടിരുന്ന പിന്നെ ക്രൂഡ് ഓയിൽ ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞു. 2019 മുമ്പ് 13 ബില്യൺ US ക്രൂഡ് ഓയിൽ ആയിരുന്നു കുറഞ്ഞ നിരക്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ അത് വെറും 246 മില്യണിലേക്ക് 2024 താന്നു. റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെയൊക്കെ അളവ് വളരെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാ. ഇതിപ്പം നമ്മൾ ഈ പറയുന്ന ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ പോലും എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവുക. ഞാൻ ആദ്യം പറഞ്ഞതിലെ ക്രൂഡ് ഓയിലിന്റെ കാര്യം 1, 2, അതുപോലെ തന്നെ ഈ പറയുന്ന ലിക്വിഡ് നാച്ചുറൽ പിന്നെ LPG ഇതിന്റെ പെട്രോളിയത്തിന്റെ കാര്യം. അതുപോലെ ഇവിടെ ആരും പരാമർശിച്ചില്ല, ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ പറയുന്ന ആണവ റിയാക്ടറുകളിൽ പോലും അമേരിക്കയുടെ സ്വകാര്യ കമ്പനികൾക്ക് ഈ പറയുന്ന പങ്കാളിത്തം കൊടുക്കാൻ പോകുന്നതിനകത്ത് എന്ത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ചെയ്യുന്നത്? ഞാനിവിടെ ഉന്നയിച്ച കാര്യം പറഞ്ഞില്ല. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് വന്നിട്ട് ആദ്യം ഒപ്പുവെച്ച ഫയല് ഇന്ത്യക്ക് ചബാർ തുറമുഖത്ത് നമ്മൾ പരിശോധിക്കാൻ. ചബാർ തുറമുഖത്ത് നമുക്ക് വലിയ ആനുകൂല്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ ആനുകൂല്യങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് എടുത്തു കളഞ്ഞു. അതിനെതിരെ പരാമർശം നടത്താൻ പോലും, വിമർശനം നടത്താൻ പോലും നമുക്ക് കഴിയാതെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ്? ശരി, ശ്രീ ഷാഹുൽ പ്രസാദ്, മറുപടി ദേശീയ താല്പര്യം ബലി കഴിക്കുന്നു എന്നാണ് പറയുന്നത്. ചബാർ തുറമുഖത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ 4ാമത്തെ ലോക നേതാവായി നരേന്ദ്രമോദിയെ അങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ അതിന്റെ പിന്നിലും അമേരിക്കയുടെ താല്പര്യങ്ങളാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. മഞ്ജുഷ, എനിക്ക് പൂർത്തിയാക്കാൻ അനുമതി തരണം. നിങ്ങൾ മുമ്പ് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ റോണി കെ ബേബി പറഞ്ഞത്. അതിനാരും മറുപടി പറഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് താല്പര്യമില്ല. ദയവായി നിങ്ങൾ എന്നെ പകുതിക്ക് വെച്ച് നിർത്തരുത്. അതാ പറഞ്ഞത്. ഇനി ഈ ഇതിന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുടെ കാര്യത്തിൽ
പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യ മഹാഭൂരിപക്ഷവും ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എവിടുന്നാണ് വാങ്ങുന്നത്? പെട്രോളിയം വാങ്ങുന്നത് എവിടുന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഈ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും മുഴുവനും എതിർപ്പ്, ഉക്രൈൻ വാറിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള മുഴുവനും എതിർപ്പുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് വൻ ലാഭത്തിലാണ്, അതും റൂബിളില്, ഇതിലല്ല, ഡോളറിലല്ല, രൂപയിൽ അവിടെ റഷ്യയിൽ നിന്ന് അവിടുന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സൗദിയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞു, ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ ഇറക്കുമതി ആവശ്യത്തിന്റെ, പെട്രോളിയം ഇറക്കുമതിയുടെ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ്. നല്ല ഒന്നാന്തരം ക്രൂഡ് ഓയില് കുറഞ്ഞ വിലയ്ക്ക് ഡോളർ കൊടുക്കണ്ടാതെ, ഡോളർ ഇല്ലാതെ രൂപയിൽ തന്നെ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് റോണിക്ക ബേബിക്ക് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ മറ്റൊന്ന്, ഇവിടെ വ്യോമസേനാ മേധാവി ഇതിന്റെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കാര്യം പറഞ്ഞത്, അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ നിരാശയിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ ഓർഡർ കൊടുത്തിട്ട് നമ്മുടെ MiG-21 റീപ്ലേസ് ചെയ്യാനുള്ള തേജസ് വിമാനങ്ങളുടെ ഓർഡർ കൊടുത്തിട്ട് അതിന്റെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആദ്യത്തെ ഒരു ബാച്ച് ഡെലിവറി ചെയ്തു. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്, ആ മിഡ് റേഞ്ചിലുള്ള ലൈറ്റ് വെയിറ്റ് എയർക്രാഫ്റ്റിന്റെ ആവശ്യമുണ്ട്. അത് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതായത് ISRO പോലെയോ അല്ലെങ്കിൽ ആണവ വകുപ്പ് പോലെയോ DRDO പോലെയോ ഒരു പക്ക പ്രൊഫഷണൽ സ്ഥാപനമായി എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് മാറിയില്ല എന്നതിന്റെ ഉത്തരവാദിത്വം ഇത്രയും ഇക്കണ്ട കാലം മുഴുവൻ ഇവിടെ ഭരിച്ച സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. ഇവിടെ ISROയുടെ തലപ്പത്ത് വിക്രം സാരാഭായിയെ പോലെ ഒരു വലിയ വിഷണറി വന്നത് കൊണ്ടാണ് അതങ്ങനെയായത്. അതൊരു ലോകോത്തര സ്ഥാപനമായി വളർന്നത്. മേഘനാഥ് സാഹയെ പോലെയുള്ള, ഹോമി ഭാഭയെ പോലെയുള്ള ഒരു അസാമാന്യ വിഷണറി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ ആണവരംഗം ഈ ലോകോത്തരമായി മാറിയത്. എന്നാൽ ഈ കണ്ട കാലത്ത് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ ഒരു സർക്കാർ സ്ഥാപനമാക്കി മാത്രം ഇരുത്തി അവിടെ ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ ആധിപത്യം കൊണ്ടാണ് അതിന്റെ പൊട്ടൻഷ്യലിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ഡെലിവറി ചെയ്യാനാവാതായത്. ആ നിരാശയാണ് വ്യോമസേനാ മേധാവി പറഞ്ഞത്. അദ്ദേഹം കാര്യം അവർക്കറിയാം നമ്മുടെ നീഡ് എത്രയുണ്ട്, നമുക്ക് അതുപോലെ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്. അതിനുവേണ്ടി അങ്ങനെ വരുമ്പോൾ ആ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് റഫാൽ വാങ്ങേണ്ടി വരും, പലയിടത്തുനിന്നും പോകേണ്ടി വരും, ലോകത്ത് എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കേണ്ടി വരും, അതെല്ലാം വേണ്ടി വരും. അതൊക്കെയാണ് ചെയ്തത് ഇവിടെ. മൻമോഹൻ സിംഗ് കുറെ കാലം അതിന്റെ മേളിൽ അടയിരുന്നല്ലോ, റഫാലിന്റെ മേളിൽ 10 വർഷമാണ്, 1-2 അല്ല, 10 കൊല്ലമാണ് ഈ വ്യോമസേന മേധാവികൾ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് വാങ്ങിയിട്ടില്ല, ചെയ്തിട്ടില്ല. ആ കാലത്തൊക്കെ ഒരു യുദ്ധം ഉണ്ടാകാതിരുന്നത് നമ്മുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ആ സമയത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്ത്, ഇവിടുത്തെ നമ്മുടെ മലയാളി അവിടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് വ്യോമസേനയുടെ പകുതിയിലധികം വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയായിരുന്നു, പറക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ഇവിടെ നമുക്ക് ആവശ്യത്തിന് യുദ്ധോപകരണങ്ങൾ കിട്ടിയിട്ടില്ല. അവർ എത്രയോ കഷ്ടപ്പെട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിയിരുന്നത് എന്ന് വിരമിച്ച പല സൈനിക ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ട്. അവിടുന്നൊക്കെ വളരെ പെട്ടെന്നാണ് ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും മികച്ച യുദ്ധോപകരണങ്ങൾ, ഏറ്റവും മികച്ച ആയുധങ്ങൾ നമ്മുടെ സേനയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. അതിനുവേണ്ടി അമേരിക്ക പോയെന്ന് വരും, റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ വാങ്ങേണ്ടി വരും, വാങ്ങുകയും ചെയ്യും. ഒരു പ്രശ്നവുമില്ലാതെ വാങ്ങും. പിന്നെ ഈ വ്യോമസേന വിമാനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയോ ഒന്നും വിവരമില്ല. ഞങ്ങൾ 500 കോടിക്ക് പറഞ്ഞത് നിങ്ങൾ 1500 കോടിയാക്കി എന്നൊക്കെ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കൂ. റഫാൽ ഇടപാടെന്ന് പറഞ്ഞത് ഒരു കമ്പനിയായിട്ട് തന്നെ 2 സർക്കാരുകൾ തമ്മിലാണ്. ഇന്ത്യ ഗവൺമെന്റും ഫ്രഞ്ച് ഗവൺമെന്റും തമ്മിലാണ് അവിടെ കരാറ്. ഇവിടെ ആർക്ക് കൈക്കൂലി കൊടുക്കുന്നു എന്നായി പറയുന്നത്? വെറുതെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയപരമായ നിലപാടുകളും വിമർശനങ്ങളും ഒക്കെ ആകാം, അതിലൊന്നും ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു യുക്തി വേണം. ചേരിചേരാ നയം എന്നും പറഞ്ഞുകൊണ്ട് ഒരു അഴവഴമ്പൻ നയമുണ്ടാക്കി നമ്മുടെ മുഴുവൻ വിദേശ നയങ്ങളെയും നമ്മുടെ മുഴുവൻ ഡിഫൻസ് രംഗത്തെയും കൊണ്ടുപോയി സോവിയറ്റ് യൂണിയന്റെ കാൽക്കീഴിൽ കെട്ടിയിട്ട ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സൈനികരുടെ ധീരത കൊണ്ടും അവരുടെ പ്രൊഫഷണലിസം കൊണ്ടും മാത്രമാണ് പല കാര്യങ്ങളിലും പിടിച്ചു നിന്നത്, അല്ലാതെ സർക്കാരിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഷാബുപ്രസാദ്, താങ്കളുടെ മറുപടി പൂർത്തിയായിട്ടുണ്ട്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ ഈ അമേരിക്കൻ ഡോളറിൽ തന്നെ വ്യാപാരം നടത്തണം എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതിനെയാണ് കോൺഗ്രസ് ഇവിടെ വിമർശിച്ചത്. പക്ഷെ അവിടെ പ്രായോഗിക തലത്തിൽ കാണേണ്ട ഒരു വിഷയം കൂടിയില്ലേ? ഇപ്പോൾ ഇന്ത്യ ഒരു പ്രധാന അംഗമാണ് ബ്രിക്സിൽ.
ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിൽ വ്യാപാരം നടത്തുന്നത് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ 100% താരിഫ് അവർക്കെതിരെ ചുമത്തുമെന്നുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കരുതലോട് തന്നെയാണല്ലോ ഇക്കാര്യത്തിൽ ഇന്ത്യ നീങ്ങുന്നത്. അതിലപ്പോൾ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നാൽ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമല്ലോ. അപ്പോൾ ആ കരുതൽ തുടരേണ്ടത് തന്നെയല്ലേ? അത് കോൺഗ്രസ് പറയുന്നത് പോലെയാണോ? തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ താല്പര്യം നമ്മുടെ രൂപ കൊണ്ട് വിനിമയം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം വരാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഇന്ത്യൻ റുപ്പിക്ക് വഴി അതിന്റെ എക്സ്ചേഞ്ചിന് സാധ്യമായോ അതൊക്കെ ചെയ്യുന്നുമുണ്ട്. അത് ഇനിയും അത് വളർത്താൻ നോക്കും. പക്ഷെ എല്ലാ മേഖലയിലും അത് പറ്റില്ല. അത് തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം. അതിന് ഏറ്റവും നല്ല വ്യക്തമാണ്. അതിന് ഏറ്റവും നല്ല കറക്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് പറ്റുന്നിടത്തൊക്കെ നമ്മൾ രൂപ കൊണ്ട് തന്നെ വിനിമയമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അത് നേരെ ചെന്ന് ഡോളറുമായിട്ട് യുദ്ധം ചെയ്താൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? അതല്ലെങ്കിൽ യൂറോയുമായി യുദ്ധം ചെയ്താൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? ഈ അന്തർദേശീയ ബന്ധങ്ങളിൽ പല ഫാക്ടേഴ്സ് നമ്മൾ പരിഗണിക്കാനുണ്ട്. അതിനകത്ത് ജോഗ്രഫി പരിഗണിക്കണം, രാഷ്ട്രീയം പരിഗണിക്കണം, സാമ്പത്തികം പരിഗണിക്കണം, വാണിജ്യം പരിഗണിക്കണം, പ്രതിരോധം പരിഗണിക്കണം, സുരക്ഷ പരിഗണിക്കണം. ഇതെല്ലാം ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുറമേ കാണുന്ന ചില പ്രശ്നങ്ങൾ അത് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലളിതമാക്കി അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു മാർഗമല്ല. നമുക്ക് വാസ്തവത്തിൽ ഇന്ത്യൻ റുപ്യ ഡോളറിനെതിരെ താഴ്ന്നു പോകുന്നതിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ ശക്തിപ്പെടുത്തേണ്ടത്. രാജ്യത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും വേണം. ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റ് ചില ഉദാഹരണങ്ങൾ അന്തർദേശീയ ബന്ധങ്ങളിൽ ഇപ്പോഴത്തെ വേൾഡ് ഓർഡറിൽ നമ്മൾ മൾട്ടിലാറ്ററലിസം എന്നുള്ള ആശയത്തിലാണ് ഊന്നി നിൽക്കുന്നത്. അല്ലാതെ ട്രംപിന് കൊടിപിടിക്കാൻ നമ്മൾ പോകേണ്ട ഒരാവശ്യവുമില്ല. ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ എടുത്ത നിലപാട് വ്യക്തമാണല്ലോ. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വരുത്തിയത്, മറ്റു രാജ്യങ്ങളിൽ നമുക്ക് സഹായം കിട്ടുന്നത്. ഇപ്പോഴും ഫ്രാൻസും റഷ്യയും മറ്റു രാജ്യങ്ങളുമെല്ലാം നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് നമുക്ക് അൾട്ടർനേറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ്. നമ്മളെല്ലാ പുട്ടിങ് ആൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് അതൊരിക്കലും നമ്മൾ ചെയ്യില്ല. അങ്ങനെ 100% അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. കാരണം പ്രത്യേകിച്ച് അതിന്റെ അർത്ഥവുമില്ല. കാരണം നമ്മൾ ബന്ധം ശക്തമല്ലായിരുന്ന കാലത്തും നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളായിരുന്നു രണ്ടുപേരും. പക്ഷെ അന്നത്തെ അന്തർദേശീയ രാഷ്ട്രീയ ബന്ധത്തിൽ അങ്ങനെ വ്യക്തമായൊരു വ്യത്യാസം ഉണ്ടാകണം. പക്ഷെ ഇനി അതല്ല, ഒരു മൾട്ടിലാറ്ററൽ വേൾഡ് ഓർഡറിലേക്കാണ് പോകേണ്ടത്. ട്രംപിന്റെ സ്വപ്നം മറിച്ചാണ്. ട്രംപ് ആകട്ടെ ഒരു യൂണിലാറ്ററൽ വേൾഡ് ഓർഡറിൽ പോകണം എന്നുള്ള സാഹചര്യത്തിലാണ്. അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം പനാമ കനാൽ ഏറ്റെടുക്കാൻ പോണു, മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്കയാക്കി മാറ്റി, ഗ്രീൻലാൻഡ് എടുക്കാൻ പോകുന്നു, കാനഡ 51ാമത്തെ സംസ്ഥാനമാക്കാൻ പോകും. ഇത് ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണ്ടേ? അപ്പൊ അദ്ദേഹം ഈ വിടുവായത്തനം പറയുന്നതും പ്രവൃത്തിയുമായിട്ടൊരു വ്യത്യാസം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ അമേരിക്ക വലിയ ശത്രുക്കളെ നേരിടേണ്ടി വരും. അപ്പൊ നമുക്ക് അതിനെല്ലാം ഗ്യാരണ്ടി ചെയ്യേണ്ട കാര്യമില്ല, അതിലെല്ലാം ചെന്ന് തലവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ ഫോറിൻ പോളിസിയിൽ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നിലപാട് തന്നെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വിലങ്ങണിയിച്ച വിഷയം മോദി ഉന്നയിക്കണോ? വേണമെന്ന് 58% പ്രേക്ഷകർ, വേണ്ട എന്ന് 32%. വൈകിട്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വനമുദ്യോഗസ്ഥർക്കെതിരെ